കഴിഞ്ഞ 1.5 മാസമായി ഞാൻ ഇപ്പോൾ റഷ്യയിലാണ് താമസം. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ്, വെറുതെ ഇരിക്കുന്ന ഒരാളുടെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കണം. അതുകൊണ്ടാണ് ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. എൻ്റെ അഭിനയം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എണീറ്റ് വരുന്നുണ്ട് ഞാൻ. കഷ്ടപ്പാട്. എണീറ്റിൽ കുറേ നേരമായി, വീണ്ടും വീഡിയോ എടുക്കാനൊക്കെ വേണ്ടി പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ പറയാൻ പോകുന്നത് കേട്ടോളൂ. ഗുഡ് മോർണിംഗ് ഗൈസ്, ആൻഡ് ടുഡേ ഈസ് മൈ ഡേ ഇൻ മൈ ലൈഫ്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എണീച്ച പാടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫോണൊക്കെ ബെഡിലുണ്ടാവും, ഒക്കെ ഒന്ന് മാറ്റി വെക്കും. ഞാൻ മുന്നേ എണീറ്റിട്ടുണ്ടാവും, പക്ഷേ ബെഡിൽ നിന്ന് അങ്ങോട്ട് എണീച്ച് പൊന്തിയിട്ടുണ്ടാവില്ല. ഞാനൊരു 8 മണിയാകുമ്പോൾ ബെഡിൽ നിന്ന് എണീക്കും. കാരണം ഇവിടുത്തെ 8 മണിക്കാണ്, റഷ്യത്തെ 8 മണിക്കാണ്. ഞാൻ നാട്ടിലത്തെ ഒരു 10:30-11 മണീൻ്റെ ആ ടൈമിലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതിനുവേണ്ടി എണീച്ച് കഷ്ടപ്പെട്ട് അതിന് ശേഷം വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് വീണ്ടും ബെഡിൽ തന്നെ കിടക്കും. ഒരു 10-11 മണി വരെ ബെഡിൽ തന്നെ കിടക്കും. അതിനുശേഷം എണീക്കും, എന്നിട്ട് ബെഡ് വിരിച്ചിടും. കണ്ടില്ലേ, ഞാൻ ബെഡ് വിരിച്ചിടുന്ന കണ്ടില്ലേ? ഇതൊക്കെ കട്ട അഭിനയമാണ്. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ എണീറ്റിട്ട് ബെഡും കാര്യങ്ങളൊന്നും വിരിച്ചിട്ടില്ല. ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ഞാൻ പറയും. ഇത് ചെയ്യുമെങ്കിലും സത്യസന്ധത അത് നമുക്ക് വലുതാണ്. അപ്പം എണീറ്റ് ബെഡൊക്കെ വിരിച്ചിട്ടില്ല, ഈ സുന്ദര കുട്ടപ്പനായി അവിടെ ഉള്ളതൊക്കെ വൃത്തിയാക്കി അതൊക്കെ ആ കുപ്പിയൊക്കെ ഞാൻ കൊണ്ടുവച്ച. അതിനുശേഷം വേഗം പോയി പല്ലേക്കുക, ബാത്റൂം പോവുക, പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കുക. അത് നമുക്ക് ശീലമാണ് കേട്ടോ. ബാക്കി നിങ്ങൾ കണ്ടോളൂ. യെസ്, അപ്പോൾ നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് ചരിതകൾ തുടങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം സമയം രാവിലെ 11 മണിയായി. ഞാൻ ബെഡിൽ നിന്ന് എണീച്ച് വരുന്ന ടൈമൊക്കെ മനസ്സിലായില്ലേ? 11 മണിയാണ് നമ്മൾ ബെഡിൽ നിന്ന് എണീച്ച് ഇവിടെ എത്തുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സീ, നിങ്ങൾക്ക് കാണാം. ലെറ്റ്സ് ഗോ ആൻഡ് മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, പാട്ട് വെക്കുക. കാരണം പാട്ട് കേട്ടിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുക. കാരണം ഒരു മ്യൂസിക് ഇവിടെ സെറ്റിലുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പം എന്തോ കോയിൻസിഡൻസ് അറിയില്ല, ഷിങ്ങൊന്നത് കൊണ്ടാൻ മറന്നു പോയി. പൊതുവെ ഞാൻ എൻ്റെ ഫോണിലാണ് ചെയ്യില്ല, വരെ വീട്ടിൽ ആ ഫോണിലാണ് പാട്ട് വെക്കൽ. ഇല്ലെങ്കിൽ ഈ ഐഫോണിൽ പാട്ട് വെക്കും. വീഡിയോ എടുക്കാറില്ലല്ലോ, ഐഫോണിലോ അല്ല ഇതിലെടുക്കും. അപ്പം ഇന്ന് വെച്ചിട്ട് ഷിങ്ക് കൊണ്ടുപോയിട്ടില്ല. അപ്പം ഇന്ന് ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ തീരുമാനങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് ഓർലിക്സ് ആണ്. ഓർലിക്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. വിത്തൗട്ട് ഷുഗർ ഇല്ലാതെയാണ് ഞാൻ ഓർലിക്സ് കുടിക്കാറ്. അപ്പോൾ വിത്തൗട്ട് ഷുഗർ. പിന്നെ ഇവിടെ ഒരു പാത്രമുണ്ട്. ഈ പാത്രത്തിൽ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ രണ്ടും നമ്മൾ ബട്ടറല്ലേ കാണിച്ചാൽ 1 മിനിറ്റ്. മിസ്സാണ്. അതായത് ബട്ടർ എടുത്തിട്ട് ഈ ബ്രെഡ് സെറ്റാക്കാൻ വേണ്ടി പോവാം. ഇട്ടിട്ടുണ്ട് ബട്ടർ. ഇതിൻ്റെ ബ്രെഡിൻ്റെ മേലെ നമ്മളിങ്ങനെ വെക്കും. പിന്നെ അതിനുശേഷം സ്ക്രാമ്പിൾഡ് എഗ്സ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഇവിടെ ഉള്ളവരൊക്കെ കഴിക്കാനാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഐ ഡോണ്ട് നോ. അപ്പോൾ അതും ബാക്കി ടൈം ലാപ്സ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പഴവും കൂടി ഉണ്ട് എക്സ്ട്രാ. പിന്നെ ഇത് ബട്ടറിലിട്ട് വാട്ടിയ ബ്രെഡ്, പിന്നെ സ്ക്രാമ്പിൾഡ് എഗ്സ്. ഇതെനിക്ക് പേരറിയാത്ത സാധനം. പിന്നെ ഇതൊരു ചീസ് പോലത്തെ സാധനം, ഗൾഫിലൊക്കെ
ഗൾഫിലെല്ലാം നാട്ടിലും വാങ്ങാൻ കിട്ടും. ഇത് ഹോളിക്സ്, ഇത് ഇവിടുത്തെ ജാമാണ്. സംടൈം ഇത് തിന്നിട്ട് എനിക്ക് വിശപ്പ് മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് ബ്രെഡ് ഇവിടെ ഉണ്ടല്ലോ, അതിന് ബ്രെഡ് എടുക്കുന്നു, നമ്മൾ കഴിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിങ്ങനെ പാട്ടൊക്കെ കെട്ടിയിരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കലാണ് എൻ്റെ പരിപാടി. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ടൈം ലാപ്സ്. ഓക്കെ, അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു, വയറ് ഫുള്ളായി, സെറ്റ്. സമയം 11:30 കാണും, 11:30 കാണും, നോക്കിയിട്ടില്ല. ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴുകി വെക്കുക, ഈ കഴിച്ചതൊക്കെ കഴുകി വെക്കുക. ഓക്കെ, അതിനുശേഷം അല്ല, ഷിങ്കു കഴുകി വെക്കൂല എന്നല്ല, ഇനിയിപ്പോൾ ഞാനത് ഇവിടെ വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാലും ഷിങ്കൂടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ശേഷം ഓളെന്നെ കഴുകി വെക്കും. ബട്ട് നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല. ആസ് എ ഭർത്താവ് ഭാര്യയ്ക്ക് മാത്രം പണി കൊടുക്കുന്നതല്ലല്ലോ, പിന്നെ എനിക്ക് ഒരു പണിയില്ല ഇവിടെ എടുക്കാൻ. ദിസ് ഈസ് മൈ ജോബ്. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യട്ടെ. അതിനുശേഷം ഞാൻ ചെയ്യുന്ന ഡേ ഇൻ മൈ ലൈഫിലെ അടുത്ത കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ എത്തി. സമയം 11:25 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടൈം ലേശം ഇതായിട്ടിപ്പോയിക്കിനെ. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടിയില്ല. ലൈറ്റ് ഇടട്ടെ. ഞാൻ ഈ കട്ടിൽ ഇനി അത് കിടക്കും, എന്നിട്ട് ലാപ്ടോപ്പ് തുറക്കും. ഇപ്പോൾ കോബ്രക്കായ് എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് കാണാനുണ്ട് നെറ്റ്ഫ്ലിക്സിലും, പിന്നെ മിർസാപൂർ 3 അത് കാണുന്നുണ്ട്. ഇത് രണ്ടും കണ്ട് തീർക്കുക, ദാറ്റ്സ് ഓൺലി തിങ്. പിന്നെ ഉച്ചയ്ക്ക് വിശക്കുമ്പോഴാണ് ബാക്കിയുള്ള ചിന്ത. ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ കയറിയിട്ട് പുതിയ കണ്ടന്റുകൾ തിങ്ക് ചെയ്യുക, പക്ഷെ ഒന്നും കിട്ടാറില്ല. ദാറ്റ്സ് ഇറ്റ്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണാൻ വന്നിട്ടൊന്നും കാര്യമില്ല ഗൈസ്. ഇനി ഈ വിരിച്ചിട്ട കട്ടിലില്ലേ, ഞാൻ വീണ്ടും തല കുത്തനെ മാറ്റും. ഇനി ഇവിടെ ഇരുന്ന് സിനിമ കാണുക, വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാം, ദാറ്റ്സ് ഓൺലി തിങ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചായ മാത്രമേ തീരാത്തുള്ളൂ. ഇതിങ്ങനെ പതുക്കെ കുടിച്ച് ചായ ഹോളിക്സ് തീർക്കും, ദാറ്റ്സ് ഓൺലി തിങ്. ലെറ്റ്സ് സീ. ഇനി വേറെ എന്തെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇനി ഉച്ചയ്ക്ക് ചോറുണ്ടാക്കണം, അപ്പോൾ കാണാം. ഷിങ്കുവിന് ഇന്ന് വൈകിട്ട് വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ തന്നെ ഉണ്ടാക്കണം ഫുഡ്. അപ്പം ഓൾക്ക് ഉച്ച വരെ ക്ലാസ്സുള്ള ദിവസം ഓള് വന്നിട്ട് ഉണ്ടാക്കും. പിന്നെ ഇന്നിപ്പോൾ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടായ സ്ഥിതിക്ക് ഉച്ചയ്ക്ക് നമുക്ക് എന്താ ഉണ്ടാക്കാൻ ഡിസ്കസ് ചെയ്യാം. ഹായ് ഗൈസ്, അങ്ങനെ സമയം 1:37. ഞാൻ നേരത്തെ കട്ടിലിൽ കയറിയതാണ്. 11:30 നമ്മൾ കട്ടിലിൽ കയറിയത്. ഇപ്പോഴാണ് അവിടെ നിന്ന് എണീച്ച് വരുന്നത്. അപ്പോൾ ഡെലിവറി ഇപ്പം ഇങ്ങനെ പോക്ക് 11:30, 12:30, 1:30, 2 മണിക്കൂർ, 2.25 മണിക്കൂർ ഞാൻ കോബ്രക്കായിൻ്റെ 4 എപ്പിസോഡ് കണ്ട്, കുറച്ച് ഇൻസ്റ്റഗ്രാമിൽ കളിച്ച്, കുറച്ച് യൂട്യൂബിൽ കയറിയിട്ട് വ്യൂ നോക്കി, കമൻറ്റ് റിപ്ലൈ കൊടുത്ത്, ഇനി ഉച്ചക്കുള്ള ഭക്ഷണം. ബട്ട് എനിക്ക് അത്ര വിശപ്പില്ല, കാരണം നമ്മൾ 11:30 ഭക്ഷണം കഴിച്ചത്, 11 മണിക്കെങ്ങാനും. അതുകൊണ്ട് വലിയ വിശപ്പില്ല. അപ്പം പിന്നെ ലഞ്ചായിട്ട് ഇപ്പോൾ തൽക്കാലം ഷിങ്ക് വരുന്നവരെ പിടിച്ചിരിക്കാൻ ഒരു പഴം, പിന്നെന്താ ഇത് ഇവിടുത്തെ മുട്ടായിൻ്റെ ഇതാണ് സെറ്റ്, ഒരു ഇതൊരെണ്ണം കഴിക്കാം, മാക്സി. പിന്നെന്താ ഇവിടുത്തെ മോര്. അതായത് എനിക്കും ഷിങ്കുനും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് എന്ന് വെച്ചാൽ മോരാണ്. എത്ര കിട്ടിയാലും ഞങ്ങൾ കുടിക്കും. അപ്പം ഇവിടുത്തെ മോരും വെള്ളമാണ്. എരിവുണ്ടാവില്ല,
ഉപ്പും കുറവാണ്. പക്ഷേ മോര് സോഡയാണ്, കുറച്ച് സോഡ വൈബ് ഉണ്ട്. അപ്പം കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടിക്കണ്. പക്ഷെ ആ പുളി ഭയങ്കര അഡിക്റ്റാണ് ഞങ്ങളിതിന്. അത് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നോ, ഞങ്ങളിവിടെ ഇല്ലാന്ന് വിചാരിച്ചിട്ട് എപ്പോഴും തൈര് മോരാക്കിയിട്ടാണ് കുടിക്കുക. തൈര് ഇങ്ങനെ ഉപ്പിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ആ വിഷമം അങ്ങനെ ഞങ്ങൾ സെറ്റപ്പാക്കി പോക്കിനും. അപ്പോഴാണ് ഷിങ്കുവിൻ്റെ ഫ്രണ്ട് ആയിഷയാണ് ഇത് പറഞ്ഞു കൊടുത്തത്, ഇവിടെ മോരും വെള്ളം കിട്ടും. അങ്ങനെ ഒരാഴ്ച ആയിട്ടുള്ളൂ ഇപ്പോൾ. ഇത് ഡെയിലി 2 കുപ്പി വെച്ച് കുടിക്കുമ്പോൾ ഇതുപോലത്തെ 2 കുപ്പി. ഇത് ബോളില്ലാത്തോണ്ടാ, ഇത് എപ്പോഴേ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ലെറ്റ്സ് ഈറ്റ് മൈ ലഞ്ച്. ഷിങ്കു ഒരു 4-4:30 എത്തുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാം. ഓള് വിശന്ന് വലഞ്ഞിട്ടായിരിക്കും വരിക. നോക്കട്ടെ, എനിക്ക് മടിയാണ് ഇപ്പം ഉണ്ടാക്കാൻ. ഇനി ഓള് വിളിക്കും, അപ്പം ഞങ്ങൾ ചർച്ച ചെയ്യും, ആരുണ്ടാക്കും, എപ്പോൾ ഉണ്ടാക്കും, എന്തുണ്ടാക്കുന്നു. എൻ്റെ ഒരു മടി പോലെ ഉണ്ടാകും. ഞാൻ വെബ് സീരീസിന് അഡിക്റ്റായിട്ട് അവിടെ ഇങ്ങനെ ഉള്ളതും കണ്ടിരിക്കുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇനി അടുത്ത ടൈമിന് ഇറങ്ങി പറഞ്ഞുതരാം. ഓക്കെ, സമയം 2:26. അപ്പം ഇനി എനിക്ക് അടുത്ത പരിപാടി ഡേ ഇൻ മൈ ലൈഫിൽ നമ്മളെല്ലാം കാണിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഗോപ്രോയിലാട്ടോ കുറേ കാലങ്ങൾക്ക് ശേഷം ഗോപ്രോ എടുത്ത് വീഡിയോ എടുക്കുമ്പോൾ എന്തൊരു ഫീലാലോ. എൻ്റെ യാസിൻ വ്ളോഗ്സ് എനിക്ക് ഓർമ്മ വരുന്നത്. ഗൈസ്, ഐ വിൽ ബി ബാക്ക് വിത്ത് യാസിൻ വ്ളോഗ്സ്. ഓക്കെ, ഒരു പ്ലാനും ഇല്ല. ഐ വിൽ ബി ബാക്ക് നെക്സ്റ്റ് മന്ത് വിത്ത് യാസിൻ വ്ളോഗ്സ്. ഓക്കെ, അപ്പം എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വയനാട്ടിലുള്ള കുറച്ച് പേര് സുഹൃത്തുക്കൾ എനിക്കൊരു സാധനം അയച്ചു തന്നിട്ടുണ്ട്. അതായത് അവർക്കൊരു വീഡിയോ ചെയ്തു കൊടുക്കാൻ. വയനാട് ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായി റോഡ് മാർഗം കൽപ്പറ്റയിൽ നിന്ന് ലഡാക്ക് വരെ പോകുന്ന മോട്ടോ ക്ലബിന് ആശംസകൾ. ഇതാ പുള്ളിക്ക് ചെയ്തിട്ടുണ്ട്. വയനാട് ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായി കൽപ്പറ്റയിൽ നിന്ന് ലഡാക്ക് വരെ റോഡ് മാർഗം പോകുന്ന മോക്കോ ക്ലബിന് എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഓക്കെ, അപ്പോൾ അതും ഞാൻ ചെയ്തു കൊടുക്കണം. ഞാൻ വലിയ സെലിബ്രിറ്റി ആയി കഴിച്ചു നമുക്ക്. അപ്പോൾ ആ വീഡിയോ എടുക്കണം. അപ്പം ഈ ഒരു ലൊക്കേഷനാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് അയച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് ക്യാമറ ഇപ്പോൾ സെറ്റ് ചെയ്യും, എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണമല്ലോ ഇത്. ഓക്കെ, ലെറ്റ്സ് സീ. ഇവിടെ സെറ്റ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇതിങ്ങനെ മാറി മാറി എടുക്കണ കഴിച്ചു, അതാണ് പ്രശ്നം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വയനാട്ടിൽ നിന്ന് എല്ലാവർക്കും നമസ്കാരം. വയനാട് ടൂറിസം എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വയനാട് ടൂറിസത്തിൻ്റെ ഇതാണ് പ്രശ്നം, ഇങ്ങനെ മാറി മാറി എടുക്കണം. എല്ലാവർക്കും നമസ്കാരം. വയനാട് ടൂറിസത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി വയനാടുള്ള മോട്ടോ ക്ലബ് ഞാൻ എടുക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സംഭവം ഞാനത് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, സംഗതി എടുത്തേക്കണ്, കൊള്ളാമെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇനി അടുത്ത പരിപാടി ഇനി പോയിട്ട് വെബ് സീരീസ് കണ്ടിട്ട് ബാക്കിയുള്ള. അപ്പോൾ ഗൈസ്, സമയം 3:27. ഓക്കെ, സ്റ്റിൽ ഷിങ്കു ഇതുവരെ വന്നിട്ടില്ല. വെയിറ്റ്. അപ്പോൾ ചെറുതായിട്ട് എനിക്ക് വിശക്കുണ്ട്. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാം, പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കര മടിയാണ്. എനിക്ക് ഉണ്ടാക്കാൻ വയ്ക്കാം. പിന്നെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാം. സ്റ്റിൽ ഇന്ന് ഭയങ്കര ലേസിയാണ് ഞാൻ. അതുകൊണ്ട് ഉണ്ടാക്കാനുള്ള ഒരു മൂഡില്ല. അപ്പോൾ എന്താക്കാം, ബ്രെഡും ജാമും. ഷിങ്കു ഇപ്പോൾ എത്തായിരിക്കും. ഷിങ്കു വന്നു കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഞാനോള് കൂടിയൊക്കെ ഉണ്ടാക്കും. ഞാനോള് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഓളായിരിക്കും 90%, ഞാനൊരു 10%. ചില ദിവസം ഞാൻ ഉണ്ടാക്കും കേട്ടോ, ഫുള്ള് ചോറ് കറി മൊത്തം ഞാൻ ഉണ്ടാക്കും. ഇന്നിവിടെ ചിക്കൻ ഉണ്ടാക്കാണ്ട്. ചിക്കൻ കറിയിൽ ഞാൻ അത്ര പ്രോ അല്ല.
അതുകൊണ്ട് തന്നെ തൽക്കാലം വിശപ്പ് അകറ്റാൻ നമുക്കൊരു എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. പേരൊന്നും അറിയില്ല, റഷ്യൻ ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് ഒന്നുമില്ല അത്. അപ്പോൾ രാവിലെ മുതൽ ഇതുവരെ എത്ര ടൈം ഞാൻ വേസ്റ്റ് ചെയ്ത് തച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇത് കഴിഞ്ഞ പാടെ എനിക്കൊരു വീഡിയോ എടുക്കാണ്ട്, നാളത്തേക്കുള്ളൊരു വീഡിയോ. അപ്പം അത് പറയണം. കുറേ ആൾക്കാർ എന്നെ ഇങ്ങനെ ഈ വീഡിയോ കൂടി വരുമ്പോൾ കളിയാക്കൽ കുറിച്ച് കൂടി കൂടും. അതിന് മുന്നേ കാര്യങ്ങളൊന്നും പറയണം. അപ്പം അത് കൂടാതിരിക്കാനുള്ളൊരു വീഡിയോ ആണ്. പറഞ്ഞു നോക്കാം. ചിലവർക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് അത് സ്വീകരിക്കാം, ഇല്ലാത്തവർ അത് സ്വീകരിക്കില്ല. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണ് പോക്ക്. അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ട. പക്ഷേ അത് വീഡിയോയിൽ ഇപ്പോൾ പറയാനായിട്ടില്ല. അത് ഞാൻ ഉടനെ പറയുന്നതായിരിക്കും. എല്ലാവർക്കും യാത്ര ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കമ്പനിയാണ് ഹെൽപ്സ്. പിന്നെ വേറെ 2-3 കൂടി ഉണ്ട്. അപ്പോൾ ബിസിനസ്സിലോട്ട് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. ഇവിടെ ഇരുന്ന് ബോറടിച്ചപ്പോഴാണ് ഓരോ കൺക്ലൂഷൻസ് വരുന്നത്. കുറേ ബാക്കിയുള്ള യൂട്യൂബേഴ്സിന് മാതിരി ഒരുപാട് ബിസിനസ്സുകളിലോട്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല. അപ്പം ടൈം ഫോർ ദാറ്റ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് സം ബിസിനസ്. സമയം ഇപ്പം 3:39. ശിങ്കു ഇപ്പോൾ എത്തുമെന്ന് വിളിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾ വിളിച്ച് ചോദിച്ചാൽ എന്താ അവിടെ ഫുഡ്? ഞാൻ പറഞ്ഞൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ പറഞ്ഞ് ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിലിടാൻ പറഞ്ഞിട്ടുണ്ട്, വന്നിട്ട് പാസ്ത ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ ഒരുവിധം. സമയം 4:15. ശിങ്കു അത് അങ്ങനെ നടന്ന് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ എത്തും. അപ്പോൾ ചെറുതായിട്ട് മഴയ്ക്ക് പെയ്യുന്നുണ്ട്. ഇനി ശിങ്കു വന്നിട്ട് വേണം. ശിങ്കു ഫുഡ് ഉണ്ടാക്കും, എനിക്ക് കുളിക്കണം. അതിനുശേഷം 5 മണിയാകുമ്പോഴത്തേനും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കണം. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ കുറച്ചൊക്കെ ഷെഡ്യൂൾ ചെയ്തൊക്കെ എടുക്കണമല്ലോ, നല്ല കറക്റ്റാവും. നമ്മളെ ശിങ്കു മാഡം തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതാ ഓക്ക് തൽക്കാലം ഭക്ഷണം കഴിക്കാൻ എന്തോ സാധനം, പിന്നെ ഇതൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന യോഗട്ട് ഇത് ഒക്കെ. അപ്പോൾ ശിങ്കുവിനെ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പറ്റില്ല, കാരണം ശിങ്കു തലയിൽ തട്ടിട്ടിട്ടില്ല, അതുകൊണ്ട് വീഡിയോയിൽ വരില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. 4:41. അപ്പം ഞാൻ നാളത്തേക്കുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. സോ ഗൈസ്, ദിസ് ഇസ് മൈ ഡേ ഇൻ ലൈഫിലെ ഓരോ കാര്യങ്ങൾ. ഓക്കെ, കണ്ടന്റ് ഇങ്ങനെയൊക്കെയാണ്. ഈ വിഷയം എന്താ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടോ. അപ്പം ടൈം ലാപ്സ്. ഓക്കെ ഗായ്സ്, വീഡിയോ ഇതാ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, നെഗറ്റീവ് കമൻറ്റ് ചെയ്തിട്ടുള്ളൊരു കമൻറ്റ് വീഡിയോ അല്ല ഇത്. അതല്ല വീഡിയോ, സംഭവം ഒരു കണ്ടന്റ് ഇല്ലാത്തൊരു കണ്ടന്റ് ഒപ്പിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇങ്ങനെയാണ് എടുത്തത് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി ശിങ്കു നമ്മളെ എന്താണ് പറയുക, ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ, ഡിന്നർ പോലെ സെറ്റാക്കുന്നുണ്ട്. സമയം ഇപ്പോൾ 4:55. അപ്പം ഒരു 5:15 ഫുഡ് റെഡിയാവും. അത് കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. ദാറ്റ്സ് എ തിങ്. ഇതൊക്കെയാണ് എന്നെ ഡേ ഇൻ മൈ ലൈഫ് ഗൈസ്. ശിങ്കു വന്നുകൊണ്ട് ശിങ്കുവിൻ്റെ ഫോണിൽ ഇനി വീഡിയോസ് എടുക്കാം. അപ്പം ഇപ്പോൾ നമ്മൾ ഗോപ്രോയിലെടുത്ത ഇപ്പോഴത്തെ വീഡിയോ ഇപ്പോൾ ഇതിലോട്ട് മാറ്റുകയാണ്. ഇതൊക്കെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്തത് ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിടാം. അപ്പോൾ മക്രോണി ഇല്ലേ ശിങ്കു? മഷ്റൂം മക്രോണിയാ? ചിക്കൻ ഇട്ടില്ല? ചിക്കൻ മഷ്റൂം മക്രോണി. അപ്പോൾ ഇതാണ് ഫുഡ്. അപ്പം ഇത് കഴിക്കട്ടെ. കഴിക്കുന്നപ്പോൾ കാണണമെന്നില്ലല്ലോ. അപ്പം ശിങ്കു തലയിൽ തട്ടിടാത്തതുകൊണ്ട് വീഡിയോയിൽ വരില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുള്ളൂ. ദാറ്റ്സ് അവർ പോളിസി. ഓക്കെ, അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാണാം. അപ്പോൾ ഗൈസ്, രാത്രി 8:56
നൈറ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മക്രോണി അത് വീണ്ടും കഴിക്കുക എന്നുള്ളതാണ് പരിപാടി. ഇത്രയും നേരം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഫോൺ കളിച്ചു, വെബ് സീരീസ് കണ്ടിരുന്നു, അതൊക്കെ തന്നെ ചെയ്ത്. പിന്നെന്താ, ഇന്ന് ശരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു ദിവസം അല്ലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല മര്യാദയ്ക്ക്, വൈകിട്ട് ചായ കുടിച്ചിട്ടില്ല, അപ്പോഴാണ് നമ്മൾ ലഞ്ച് കഴിച്ചത്. ശരിക്കും അതൊക്കെ ഉണ്ടാവുന്നു റെഗുലർ ഡേയിൽ, അത് കാണിക്കാൻ പറ്റില്ല. പിന്നെന്താ, ബാക്കിയെല്ലാം സെയിം തന്നെ. ഇനിയിപ്പോൾ എനിക്ക് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്ത് അത് ഞാൻ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാറ്. ഇന്ന് വലിയതായിട്ട് എഡിറ്റ് ചെയ്യാന്നില്ല, ആ വീഡിയോ ഒന്ന് ഫുള്ള് കാണുക. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഫുള്ള് വീഡിയോ ഒന്ന് കാണുക, അതിലെന്തെങ്കിലും ചേർക്കാനോ ഇല്ല വെട്ടിക്കളയാനോ ഉണ്ടെങ്കിൽ അപ്പോൾ അത് ചെയ്യാം. എന്നിട്ട് അത് സേവ് ചെയ്യുക. സേവ് ചെയ്യാൻ ഒരു 30 മിനിറ്റ് എടുക്കും 4K ആയതുകൊണ്ട്. പിന്നെ അത് അപ്ലോഡ് ചെയ്യാം. ഇപ്പം വല്ലാണ്ട് എഡിറ്റ് ചെയ്യാല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു 9:30 ആകുമ്പോൾ എഡിറ്റിങ് തുടങ്ങും. 10 മണിയാകുമ്പോഴത്തേനും 12 മിനിറ്റ് വീഡിയോ, അപ്പോൾ 9:45 ആകുമ്പോഴത്തേനും എഡിറ്റിങ് കഴിയും. സേവ് ചെയ്യാൻ അരമണിക്കൂർ, അപ്പോൾ 10:15 ആകുമ്പോഴത്തേനും അത് കഴിയും. അത് ഞാൻ വീഡിയോ അപ്ലോഡിനിടും. അപ്പം മൊത്തത്തിൽ 11 മണിയാകുമ്പോഴത്തേനും എല്ലാം കഴിയും, എൻ്റെ വർക്ക് കഴിയും. പിന്നെന്താ, കുറച്ച് നേരം കൂടി ഫോൺ കളിക്കും. ഒരു 12 മണിയാകുമ്പോഴത്തേനും ഞാൻ കിടക്കും. ശിങ്കൊക്കെ അതിന് മുന്നേ കിടക്കും കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇതാണ് നമ്മളെ ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നറിയില്ല, വെറുതെ ഇരിപ്പം തന്നെയാണ്. ലെറ്റ്സ് ഇറ്റ്. നല്ലൊരു സന്തോഷമുണ്ട്, നല്ല കൂളായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ എല്ലാം നമ്മൾ ജീവിക്കുന്നത്. ലെറ്റ്സ് ഇറ്റ്. അവിടെ കേൾക്കണ്ട് ഞാനുണ്ടല്ലോ എന്നൊക്കെ പറയിട്ട്. അപ്പോൾ ദാറ്റ്സ് ഓൺലി തിങ്. സോ ദിസ് ഈസ് മൈ ഡേ ഇൻ മൈ ലൈഫ് ഇൻ റഷ്യ. സോ